കക്ഷികളെ സംബന്ധിച്ച് സമ്പൂർണ്ണമായിട്ടും അവരുടെ പ്രതീക്ഷ ഇല്ലാതാവുകയും പ്രതീക്ഷ നശിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള സഞ്ചാരത്തിലും എങ്ങനെയായിരിക്കും പോവുക എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പവും ശൂന്യതയും പ്രതിപക്ഷ പാർട്ടികൾക്ക് മുമ്പിൽ ഉണ്ടാക്കുന്നതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയം. ആർജെഡിയുടെ കാര്യം പറഞ്ഞു സുമോദ്. നമ്മൾ കോൺഗ്രസിലേക്ക് പോയാൽ രാഹുൽ ഗാന്ധി അങ്ങേയറ്റം ഞെട്ടലിലായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ? അദ്ദേഹം വേറെ ചില മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ആ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ തെരഞ്ഞെടുപ്പ് ഫലം രാഹുൽ ഗാന്ധി എക്സ്പെക്ട് ചെയ്യുന്ന ഒന്ന് തന്നെ ആയിരിക്കുമോ? ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമികമായിട്ടുള്ള പ്രതികരണം വന്നിരിക്കുകയാണ്. പവൻ ഖേഡ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ രാഹുൽ ഗാന്ധി മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് തന്നെയാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. ഇത് പ്രധാനമന്ത്രി സ്ക്രിപ്റ്റ് എഴുതി, അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ബീഹാറിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബീഹാറിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ മധ്യപ്രദേശ് ഉൾപ്പെടെ യുപിയിൽ നിന്നൊക്കെ നിരവധി ട്രെയിനുകൾ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അങ്ങോട്ട് ബീഹാറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇതര സംസ്ഥാന തൊഴിലാളികളായി പുറത്തേക്ക് പോയവരാണോ അതോ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ എത്തിച്ചതാണോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും ഒരു ഇന്ത്യ മുന്നണിക്ക് ഒരു അങ്കലാപ്പ് ഇതുവരെ മാറിയിട്ടില്ല. അവർ ഇത്തരത്തിലുള്ളൊരു വോട്ട് ചോരി നടത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ബൂത്തിൽ നിന്നും ഒരാളെ എങ്കിലും മാറ്റിയാൽ പോലും വലിയ തരത്തിലുള്ള ഒരു സ്വാധീനമായിരിക്കും ആ ബൂത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് നേരത്തെ പങ്കുവച്ചത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്കൊന്ന് പങ്കുവയ്ക്കാനുണ്ട്. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ അപ്ഡേറ്റ് ചെയ്ത ലിസ്റ്റ് അനുസരിച്ചാണെങ്കിൽ ഫോർബസ്ഗഞ്ചിൽ ലീഡ് ചെയ്യുന്നത് 299 വോട്ടിന് മാത്രമാണ്. ഘോയിലാണെങ്കിൽ 219 വോട്ടാണ്. കരക്കാട് ആണെങ്കിൽ 550 വോട്ടാണ്. കർഹാനിയിൽ 110 വോട്ട്, നബിനഗറിൽ 68 വോട്ട്, പർസയിൽ 79 വോട്ട്, റാണിഗഞ്ചിൽ 289 വോട്ട്. ഈ റാണിഗഞ്ചിൽ നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്തതാണ്. മാത്രമല്ല അവിടെ ആ കുട്ടികളടക്കം പാലമില്ലാത്തതിനാൽ കടത്ത് വള്ളത്തിൽ നിന്ന് വീണ് മരിച്ച് 4 കുട്ടികൾ കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ മരിച്ച ഒരു മണ്ഡലമാണ് റാണിഗഞ്ച്. അവിടെ വികസനം തൊട്ട് തീണ്ടാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഇത്തവണ എന്തായാലും വോട്ട് ആർജെഡിക്ക് തന്നെ ആയിരിക്കും എന്ന് റാണിഗഞ്ചുകാർ പലരും പറഞ്ഞതാണ്. പക്ഷേ പലരുടെയും വോട്ട് നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് റാണിഗഞ്ചിൽ നിന്നും കണ്ടത്. ആ റാണിഗഞ്ചിൽ 289 വോട്ടിന് മാത്രമാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. സിറാദേവിയിൽ 383 വോട്ട് മാത്രമാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ SIRൽ വെട്ടിമാറ്റപ്പെട്ടവർ ആർജെഡിക്ക് ലഭ്യമാകാമായിരുന്ന വോട്ടുകളായിരുന്നു അത് വെട്ടിമാറ്റപ്പെടുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. തൽക്കാലം ഇത്തരത്തിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ നിലനിൽക്കാം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റിസൾട്ട് പൂർണ്ണമായി വന്നതിന് ശേഷം പ്രതികരിക്കാം എന്ന നിലയിലാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.